ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനന്തപുരി തറവാടിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് നമ്മുടെ ദേവയാനി പാത്രം നിറച്ച് പലഹാരവുമായിട്ട് എത്തുകയാണ്. ഏട്ടത്തിക്ക് ഇത് എന്താ പറ്റിയത്? എന്നും മോനും മരുമോളും വരുമ്പോഴത്തേക്കിനും പാത്രം നിറച്ച് പലഹാരവുമായിട്ട് ഏട്ടത്തി കാത്തിരിക്കുകയാണല്ലോ. ഏട്ടത്തിയൊക്കെ എങ്ങനെ ഇങ്ങനെ അധപ്പതിച്ച് പോകാൻ പറ്റുന്നു എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കും, എന്ത് പറ്റി? അല്ല, ഏട്ടത്തിയെ ശരിക്കും അവളുടെ ഒരു വേലക്കാരിയാക്കി മാറ്റിയിരിക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പം മരുമോൾക്ക് എന്നും ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എന്നിങ്ങനെ പറയുകയാണ് ജലജ. അപ്പോൾ ദേവേന പറയാണ്, എൻ്റെ മോൻ പെൺകോന്തൻ, അവനൊരു പെൺകോന്തനായി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടതാ അവനും ഇഷ്ടം, പിന്നെ എനിക്ക് എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറയുകയാണേ. അപ്പം മുത്തശ്ശി പറയണേ, ആണുങ്ങളായ അങ്ങനെ വേണം, സ്വന്തം ഇഷ്ടം നോക്കാതെ സ്വന്തം ഭാര്യയുടെ ഇഷ്ടങ്ങൾ നോക്കി അറിഞ്ഞ് പ്രവർത്തിക്കണം. എന്നാലും ആണുങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളുടെ അടിമയാകാൻ പാടുണ്ടോ അമ്മയെന്ന് ഇങ്ങനെ ജലജ് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അടിമയാകണമെന്നൊന്നും അല്ല പറഞ്ഞത്, പക്ഷെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കണം എന്നിങ്ങനെ പറയുകയാണ് മുത്തശ്ശി. അങ്ങനെ ജീവിക്കാത്തവരുടെ അനുഭവങ്ങളൊക്കെ നിനക്കറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? നിന്റെ കുട്ടികളുടെ അച്ഛൻ ഇപ്പം നിന്റെ കൂടെ ഉണ്ടോ? നിനക്കൊപ്പം ജീവിച്ചപ്പോൾ നിന്റെ ഭർത്താവിന് നീ സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ടാണ് അവൻ നിന്നെ വിട്ടിട്ട് പാട്ടിന് പോയത്. എന്നിട്ട് നീ കൂടുതൽ പ്രസംഗിക്കുകയൊന്നും വേണ്ടെന്ന് ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ജലജനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ദാ അവർ വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ ഇങ്ങനെ എത്തി നോക്കുക കേട്ടോ. അപ്പോൾ ആദർശും നയനയും നമ്മുടെ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, നമ്മുടെ മെമൻ്റൊക്കെ പിടിച്ചിട്ട് തല ഉയർത്തി പിടിച്ച് നടന്നങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, നോക്കട്ടെ മുത്തശ്ശി എന്നൊക്കെ വിളിച്ചിട്ടൊക്കെയാണ് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയാണ്, നോക്കട്ടെ എന്ന് പറയുമ്പോൾ ജലജ പറയും, ഇതിപ്പോൾ നോക്കാൻ എന്താ, ഇത് ടി വി കണ്ടതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ടി വി കണ്ടെങ്കിൽ എന്താ, നേരിട്ട് കണ്ടൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇവിടെ വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ, എന്നിട്ട് ഇതുപോലെ ഒരു അവാർഡ് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുക. അപ്പോഴത്തേക്കും നായനെ ഇങ്ങനെ ദേവയാനിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ദേവയാനി ഇത് നമ്മുടെ സീൻ മാറ്റി കേട്ടോ. ഇത് മേടിച്ചുകൊണ്ട് എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? നിനക്കിത് ഓഫീസിൽ വെച്ചാൽ പോരായിരുന്നോ? എല്ലായ്പ്പോഴും അങ്ങനല്ലേ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ജലജ പറയും, ഓഫീസിൽ വെച്ചാൽ നമ്മളെങ്ങനെയാണ് കാണുന്നത്, നമ്മളെല്ലാവരെയും ഇവർക്ക് കാണിക്കണ്ടേ? ഇതൊന്ന് നോക്ക് ദേവയാനി ഇങ്ങനെ മുത്തശ്ശി പറയേ. അന്നേരം ദേവയാനി പറയാണ്, അവാർഡ് കൊടുക്കുന്ന സമയത്ത് പോലും ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല, ഇതൊന്നും കാണാനല്ല ഞാൻ അങ്ങോട്ടേക്ക് പോയത് എന്നിങ്ങനെ ദേവയാനി പറയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയാണ്, ഇത് നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശ് പറയാണ്, ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ് വരുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി ഇങ്ങനൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഡ്രാമ കാണിക്കുമല്ലോ, എന്നിട്ട് ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ ഇത് നിന്റെ വീട്ടിലങ്ങ് വെച്ചാൽ പോരായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയാണ്, ഈ അവാർഡ് ഇവിടെ വെക്കണമെന്നാണ് എനിക്ക് തോന്നിയത് അമ്മയെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ജലജ പറയാണ്, ഇവള് വാശി പിടിച്ച് കാണും ഈ അവാർഡ് ഇവിടെ തന്നെ വെക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, എൻ്റെ മുത്തശ്ശനും പറഞ്ഞിരുന്നു മോൾക്ക് കിട്ടുന്ന അവാർഡ് ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെന്ന്, പിന്നെ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണേ. അത് തന്നെയല്ല, മോൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡാണ്, അപ്പോൾ അത് മോള് താമസിക്കുന്നത് കൊണ്ട് തന്നെ വെക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെയാണ് പറയുന്നത്. മുത്തശ്ശി പറയാണ്, രാവിലെ എണീച്ച് വരുമ്പോൾ അസൂയക്കാരായിട്ടുള്ള ആളുകൾ ഇത് തന്നെ കാണട്ടെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ജലജ പറയുകയാണ്, ഞങ്ങൾ എന്തിനാ ഇത് വന്ന് കാണുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുകയാണ്, എന്താണ്, എത്രയോ ആളുകൾ, നമ്മുടെ ഡിസൈനറായിട്ടുള്ള ആളുകൾ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആർക്കെങ്കിലും ഇതുപോലൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുവാണേ. അപ്പോൾ ജാനകി പറയാണ് കേട്ടോ, ഇത് നീ റെക്കമെൻഡ് ചെയ്ത് മേടിച്ചു കൊടുത്ത അവാർഡാണെന്ന് എല്ലാവർക്കും അറിയാം. ഏട്ടത്തിയുടെ ഫ്രണ്ട് അറിയാമല്ലോ, ആൻമരിയും ഗ്രേസ് ചേച്ചിയും. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാകും നീയും അവരും തമ്മിൽ ഒത്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ജാനകി പറയുക. ശരി, അപ്പച്ചി പറഞ്ഞത് ശരിയാ, ശരി, റെക്കമെൻഡേഷൻ ആണെങ്കിൽ അങ്ങനെ ഓക്കെ. പക്ഷെങ്കിൽ ഈ വരുന്ന വിഷു ഒരുപാട് കേരളീയർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ വിഷുവിന് നമ്മുടെ ഷോറൂമിലേക്കാണ് സ്വർണം എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അപ്പച്ചി പറ, ഇത് റെക്കമെൻഡേഷനോട് കൂടിയിട്ടാണ് അവരും വരുന്നത്, ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുകയാണ്, അതൊക്കെ ഇവളുമാർക്കും അറിയാം, പക്ഷെ മോളെ താഴ്ത്തി കെട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നും പറയുകയാണെന്ന് പറയുക. ഇവള് വരുന്നതിന് മുൻപ് എന്താ മൂർത്തിസ് ജ്വല്ലറിയിൽ സെയിൽസ് കുറവായിരുന്നു എന്നിങ്ങനെ ദേവയാനി ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുകയാണ്, ഇപ്പോൾ ഉള്ളതിനെ കഴിഞ്ഞും കുറവായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. നമ്മുടെ കമ്പനി എന്നും നമ്പർ 1 തന്നെയായിരുന്നു, എന്നാൽ വലിയ മാറ്റത്തിലാണ് ഇപ്പം മറ്റുള്ള സ്വർണ്ണക്കടക്കാരുമായിട്ട് നമ്മൾ നിൽക്കുന്നത്. ഇവളെൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഇവളെ റാഞ്ചിക്കൊണ്ട് പോയിട്ടുണ്ടാവുമായിരുന്നു ഇങ്ങനെ ആദർശ് പറയുകയാണേ.
മതി മതി, ഒരുപാട് പുകഴ്ത്തി കഴിഞ്ഞാലേ ഇവള് ഒരുപാട് അങ്ങ് മേലോട്ട് പോകും. പിന്നെ നിനക്ക് പോലും ഇവളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല എന്ന് ദേവയാനി പറയാൻ കേട്ടോ. അങ്ങനെ നയനെ ചോദിക്കുക. അപ്പം മുത്തശ്ശി പെട്ടെന്ന് കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പറയും, മോൾ അതിങ്ങ് കൊണ്ടുപോവാ, ഇത് ഇവിടെ വെക്കാം, വരുന്നവരെല്ലാവരും ആദ്യം തന്നെ ഇത് കാണട്ടെ എന്നിങ്ങനെ പറയുകയാണേ. എന്നിട്ട് ഇങ്ങനെ ദേവയാനിയും നയനയും കൂടെ മുഖത്തോട് മുഖം നോക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരുടെ ഡ്രാമ കാണാൻ നല്ല രസമാണ്. എന്നിട്ട് ഇങ്ങനെ ദേവയാനി പറയുകയാണ്, ഒരുപാട് മല മറിച്ചിട്ട് വന്നതല്ലേ, പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ, ചായയും പലഹാരമൊക്കെ തരാമെന്നിങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് രണ്ടാളും കൂടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. ടി വിയിൽ അവിടെ പേര് പറഞ്ഞത് കേട്ടോ, നയന ആദർശ് എന്നാണ് പറഞ്ഞത്. ആദർശ് ഇപ്പോൾ അവളുടെ വാലായി പോയി എന്നിങ്ങനെ ജലജ പറയുക. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ ഒരു വാല് വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ മുത്തശ്ശി പറയും കേട്ടോ. നിന്റെ സ്വഭാവം മോശമായതുകൊണ്ടാണ് നിന്റെ പേരിന്റെ കൂടെ വാലാട്ടാനായിട്ട് ഒരു ആളില്ലാതെ പോയത് ഇതിങ്ങനെ മുത്തശ്ശി നന്നായിട്ട് കൊള്ളിച്ചിട്ട് ജലജയോട് പറയാൻ കേട്ടോ. പിന്നെ നമ്മുടെ ആദർശം നനയും ഉള്ളിലേക്ക് കയറി പോകുമ്പോഴത്തേക്കിനും അനി വരിക കേട്ടോ. സ്റ്റെയർ കേസ് ഇറങ്ങി അനി വരുമ്പോഴത്തേക്കിനും അനാമികയുണ്ട് പുറകെ. അപ്പോൾ അവാർഡ് ചെയ്ത അവന് എൻ്റെ അഭിനന്ദനങ്ങൾ എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് ചോദിക്കും അവാർഡ് എന്തെങ്കിലും ചോദിക്കാൻ നേരം പറയും മുത്തശ്ശി മേടിച്ച് അതവിടെ വെച്ചെന്നിങ്ങനെ പറയുക. അപ്പോൾ അനാമിക ഇങ്ങനെ മുഖം കൊണ്ട് കോഷ്ടി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ പറയുവാണ്, എടാ അവാർഡുമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് ഒരു വിവരം അറിഞ്ഞത്, നിന്റെ കൂട്ടുകാരിക്ക് ചിക്കൻ ബോക്സ് ആണ് എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അനിങ്ങനെ ചോദിക്കുകയാണ് ആർക്ക്, അപ്പോൾ നന്ദുവിന് എന്നിങ്ങനെ നയന പറയുക. അപ്പോഴത്തേക്കിന് അനാമികയുടെ മുഖത്ത് നല്ല സന്തോഷം വരിക കേട്ടോ. അപ്പോഴത്തേക്കിന് അനാമിക പറയുകയാണ്, അത് കേട്ടപ്പോഴത്തേക്കിനും നിന്റെ മുഖം വാടിപ്പോയല്ലോ എന്നിങ്ങനെ അനാമിക ചോദിക്കുമ്പം ആദർശ് പറയുകയാണ്, പിന്നെ ഒരാൾക്ക് അസുഖമാണെന്ന് കേൾക്കുമ്പോഴത്തേക്കിനും കൈ കൊട്ടി ചിരിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അനാമിക പറയുകയാണ്, ഈ ചിക്കൻ ബോക്സ് വരുന്നത് ദൈവകോപം ഉണ്ടാവുമ്പോഴാണ് എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പൊ നയന പറയുകയാണ്, ഞാൻ അങ്ങനൊന്നും അല്ലല്ലോ കേട്ടിരിക്കുന്നത്, ദൈവം കടാക്ഷിക്കുന്ന സമയത്താണ് ചിക്കൻ ബോക്സ് വരുന്നത് എന്നാണല്ലോ എന്നിങ്ങനെ നയന പറയുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നിന്നങ്ങ് പറയുമ്പോഴത്തേക്കിനും ആദർശ് ചോദിക്കുക, അനാമിക ഇവന്റെ ആരാന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പൊ അനാമിക പറയുകയാണ്, ദാ ഇവന്റെ ഭാര്യയാന്ന് എല്ലാവരും പറയുന്നു, ദാ ഇവൻ ഒഴിച്ച് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പൊ നയന ഇങ്ങനെ ചോദിക്കും കേട്ടോ, പിന്നെ അനാമികയുടെ കഴുത്തിൽ കിടക്കുന്ന താലി ആര് കെട്ടിയതാണെന്ന് ചോദിക്കുക. ഒരു താലി കെട്ടിയെന്ന് കരുതി മാത്രം ഭാര്യയും ഭർത്താവും ആകുന്നില്ല, അത് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചിഹ്നം മാത്രമാണ് ഇങ്ങനെ അനാമിക പറയുകയാണ്. ഡേ ആദർശമായിട്ട് നയനെടുത്തിയും വലിയൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം എത്തിയതേ ഉള്ളൂ, വെറുതെ നീ ഉള്ള സന്തോഷം തല്ലിക്കെടുത്തില്ലേ എന്നിങ്ങനെ അനി പറയും കേട്ടോ. അപ്പോഴത്തേക്കിന് അനാമിക ചോദിക്കുകയാണ്, എന്താണ് റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് അവാർഡ് മേടിക്കാനായിട്ട് നമ്മുടെ ആദർശേട്ടനാണ് മുന്നിൽ നിന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ആദർശ് പറയുകയാണ്, ഞാൻ മാത്രമല്ല വേണു എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഉണ്ടായിരുന്നു കാശ് മുടക്കാൻ ഇങ്ങനെ അവളുടെ മുഖത്ത് നോക്കി പറയുകയാണ് കേട്ടോ. നിന്റെ അച്ഛൻ ഇവൾക്ക് അവാർഡ് കിട്ടിയിട്ട് ഇഷ്ടപ്പെടാതെ പലരും പലതും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇനി അതിൻ്റെ കൂടത്തിൽ പാലായിട്ട് നീയും കൂടെ കാണിക്കണ്ട എന്നിങ്ങനെ ആദർശ് പറയുക കേട്ടോ. അസൂയയും കുശുമ്പും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ അധ്വാനിച്ചെന്ന അതിൻ്റെ ഫലം ആർക്കായാലും കിട്ടും എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അതിലെനിക്ക് അഭിമാനമുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടിയ അവാർഡിനെ ആരെങ്കിലും പുച്ഛിച്ചു തള്ളിയെന്നാൽ എനിക്ക് വെറുതെ നോക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കത്തില്ലെന്ന് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. കണ്ടോടാ, ഭാര്യനെ ഇഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാർ അങ്ങനെയാ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കൊള്ളും. പക്ഷെ ഇവിടെ ഒരുത്തിന് ഇഷ്ടം എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നാൽ ചിരിച്ചുകൊണ്ട് നിൽക്കും. അതെ, നീ ഇനി എത്ര ജന്മം ജനിച്ചാലും ഏട്ടത്തെ പോലെ ആവില്ല എന്നിങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ. നീ ഇപ്പൊ പറഞ്ഞല്ലേ നയനേട്ടത്തെ എന്തെങ്കിലും പറഞ്ഞാൽ ആദർശേട്ടന് പൊള്ളൂന്ന്. ആദർശേട്ടന് മാത്രമല്ല എനിക്കും പൊള്ളും. നീ ഉൾപ്പെടെയുള്ള ആളുകളെ അനുകരിക്കേണ്ട ഒരാളാണ് നയനേട്ടത്തി. എൻ്റെ ഏട്ടനെ കിട്ടിയ ഭാഗ്യമാ നയനേട്ടത്തി എന്നിങ്ങനെ അനി പറയാണ്. ഇനി അവളുടെ അനിയത്തിയെ കൂടെ കൂടിയിരുന്ന ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നീ അവളെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അനു പറയുകയാണ്, നീ അതിന് വേണ്ടിയിട്ട് സമ്മതിച്ചില്ലല്ലോ, കല്യാണത്തിന് മുന്നേ തന്നെ നീ എൻ്റെ വീട്ടുകാരെ സ്വാധീനിച്ചല്ലോ നീ എൻ്റെ ജീവിതത്തിനുള്ളിലേക്ക് കയറിയത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അനാമിക പറയുകയാണ്, അതിനെന്താ ഇപ്പോഴും അവളും അതുപോലെ നീയും അതിന് വേണ്ടിയിട്ട് ഉത്സാഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അവളുടെ അഹങ്കാരം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആദ്യം പോലീസ് ക്യാമ്പിലേക്ക് പോകേണ്ട സമയത്ത് കേസുണ്ടായി, ഇപ്പം എന്താ ചിക്കൻ ബോക്സും. ഇതുപോലെ ഓരോന്ന് ഇനിയും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നീ നോക്കിക്കോ എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ജാനകി നമ്മുടെ സിറ്റൗട്ടിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയുമായിട്ട് വഴക്കം കഴിഞ്ഞിട്ട് നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് വരികയാണ്.
അപ്പോൾ അനിയെപ്പറ്റി ഇങ്ങനെ പറയുകയാണ്, ഒറ്റയ്ക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞിട്ടും അവളുടെ കാര്യങ്ങൾ ഓർത്തിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനി എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഏത് സമയത്ത് നീ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ കുറച്ച് നല്ല കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവനോട് അടുത്ത് ചേരാൻ നോക്ക്. അപ്പോൾ നമ്മുടെ അനാമിക പറയുകയാണ്, എങ്ങനെ സംസാരിക്കാനായിട്ടാണ്, അവൻ്റെ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് ഒട്ടും അടുക്കാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും അടുക്കല്ലേ ഉള്ളൂ, നീ അങ്ങനെ ഒരു അടുക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നിങ്ങനെ പറയുന്നുണ്ടേ. അപ്പോൾ അനാമിക പറയാൻ കേട്ടോ, അങ്ങനെ അടുക്കുകയാണെങ്കിൽ അടുക്കട്ടെ, അങ്ങനെ വേറൊരാളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരാളെ സ്നേഹിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ജാനകി ഞെട്ടലോടെ അനാമികയെ നോക്കുവാണ് കേട്ടോ. മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തോറ്റു പോകുന്നത് ഞങ്ങളാന്ന് ആലോചിക്കണം മോളെ. അതുപോലെ തന്നെ മോളുടെ അച്ഛനും അമ്മയും. അവൻ കെട്ടിയ ഒരു താലി എൻ്റെ കഴുത്തിലുണ്ട്, അതിലപ്പുറം എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചെന്നാ ഇല്ലെന്നായിരിക്കും എൻ്റെ മറുപടി എന്നിങ്ങനെ അനാമിക ദേഷ്യത്തോടെ പറയുകയാണേ. അപ്പം ഞെട്ടലോടെ ജാനകി ഇങ്ങനെ ചോദിക്കുകയാണ്, ഇപ്പോഴും അങ്ങനെയാണോ മോളെ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും അനാമിക പറയും, അതേന്ന് പറയും കേട്ടോ. അവന് എന്നോട് ഒരു താല്പര്യവും ഇല്ല. അവൻ അവൻ്റെ മുത്തശ്ശിയെയും മുത്തശ്ശനെയും ഉൾപ്പെടെ പലരെയും പേടിച്ചിട്ടാണ് ഈ ബന്ധം നിലനിർത്തുന്നത്. പിന്നെ നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയെന്നാലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയുടെ മോനായിരിക്കും. അപ്പൊ ഇത് കേട്ടിട്ട് സന്തോഷത്തോടെ തലകുലുക്കി ചിരിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നമ്മുടെ ജലജ വരികയാണ് കേട്ടോ. ജാനകി, മോള് പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ നീ എന്താ നിന്റെ മോനെ പറഞ്ഞിട്ട് തിരുത്താത്തത് എന്നിങ്ങനെ ചോദിക്കുവാണേ. ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. ഇനി മോളാണ് അവൻ്റെ സ്വഭാവത്തിനെ മാറ്റി നല്ല രീതിയിൽ കൊണ്ടുവരുത്തേണ്ടത്. ഇപ്പൊ തന്നെ നയനയും ചേച്ചിയും ഒന്നും ഇവൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ അനിയും കൂടി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മോള് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ജലജ ചോദിക്കുകയാണേ. മോള് വിഷമിക്കേണ്ട, അവള് പോലീസ് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശല്യമൊന്നും ഉണ്ടാവത്തില്ല എന്നിങ്ങനെ നമ്മുടെ ജാനകി പറയും കേട്ടോ. അപ്പൊ അനാമിക പറയുകയാണ്, ആ അത് ശരിയാ, അവള് പോലീസ് ക്യാമ്പിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കിനും ആ ക്യാമ്പിന് ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ക്യാമ്പിന് പുറത്തായിട്ട് നമ്മുടെ അനിയും അവിടെ ഉണ്ടാവും എന്നിങ്ങനെ പറയട്ടോ. അമ്മയ്ക്കറിയോ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും അവൻ എണീച്ചിട്ട് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് എത്ര നാൾ ഇവിടെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, ഈ കല്യാണം കഴിയുന്നതോടെ എൻ്റെ ജീവിതം പോയി കിട്ടി. അപ്പൊ ചെലിച്ച പറയാണേ, അനാമിക മോള് ഭയങ്കരമായിട്ട് അങ്ങ് ഡെസ്പായിട്ടുണ്ട്, സങ്കടമായിട്ടുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പൊ ജാനകി പറയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ശരി, കനകയുടെയും ഗോവിന്ദന്റെയും ഇളയ മകൾ ഈ പടി കയറി വരുന്നതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറയുകയാണെ. അങ്ങനെ സംഭവിച്ച അന്ന് എൻ്റെ മോന് എൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും എന്നിങ്ങനെ ജാനകി പറയുക കേട്ടോ. അപ്പൊ ജലജ പറയുകയാണ്, ആരുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നാലും എനിക്കും എൻ്റെ മക്കൾക്കും സുഖമായിട്ട് ജീവിക്കണം, എനിക്ക് അത്രേ വേണ്ടൂ. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ അനിക്ക് ഭയങ്കര സങ്കടമാകും കേട്ടോ. ചിക്കൻ ബോക്സ് ആണെങ്കിലും ഫോൺ എടുക്കേണ്ടതല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വിളിക്കുവേ. ഇപ്പം 2-3 ബെല്ലടിക്കും കേട്ടോ. പക്ഷേ നമ്മുടെ നന്ദു എടുക്കുന്നില്ല. പിന്നെ വീണ്ടും വിളിക്കും കേട്ടോ. വീണ്ടും വിളിക്കുമ്പോഴത്തേനും നമ്മുടെ കനക അങ്ങോട്ടേക്ക് വന്നിട്ട് ഫോൺ എടുത്തിട്ട് ആ അനിമോനെന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ അനി എങ്ങനെ ഞെട്ടുന്നുണ്ട്. അന്നേരത്തേക്കും പറയും, നന്ദുവിന് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞില്ലേ ചോദിക്കും കേട്ടോ. അപ്പോൾ അനി പറയും, ആ അത് അറിഞ്ഞിട്ട് തന്നെയാണ് വിളിച്ചത്, ഇപ്പം നന്ദുവിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല, ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് ഒരു റൂമിൽ കുറച്ച് ദിവസത്തേക്കിന് ഇനി റൂം അടച്ചിട്ട് ഇരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. എന്നാ വെച്ചേക്കട്ടെ നിങ്ങളെ അമ്മ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിന് അനി എന്ന് പറയും കേട്ടോ. അപ്പോൾ അനിമോനെ, നന്ദുവിനെ വിളിക്കുന്നതൊന്നും നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലോ, പിന്നെ എന്തിനാ നീ വിളിക്കുന്നത്? എന്നാ വേറെ ഒന്നുമില്ലല്ലോ, ശരി എന്നാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവേ. അപ്പോൾ കനക എന്ന് വിളിച്ചുകൊണ്ട് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അനുമോനെ വിളിച്ചതെന്ന് പറയുവേ. നന്ദുവിൻ്റെ വിവരങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതെന്ന് പറയും കേട്ടോ. ഞാൻ എന്താണെങ്കിലും വളരെ നല്ല രീതിയിലൊന്നുമല്ല സംസാരിച്ചത് എന്നിങ്ങനെ പറയും കനക. അപ്പോൾ ഗോവിന്ദൻ പറയാണ്, അങ്ങനെ തന്നെ മതി, നമ്മളായിട്ട് അവരെ തമ്മിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷേ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യം ഞാൻ ഗോവിന്ദനോട് പറഞ്ഞായിരുന്നല്ലോ, അവർ തമ്മിൽ അടുക്കുമെന്ന് ജ്യോത്സ്യൻ തറപ്പിച്ച് പറഞ്ഞിരിക്കുക. ജ്യോത്സ്യന്മാർ പറഞ്ഞതൊക്കെ സത്യമായിട്ടുണ്ടോ? ഒരു കാരണവശാലും നമ്മുടെ മക്കൾക്ക് പിന്നാലെ നന്ദുവിനെ കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞുവിടാൻ നമുക്ക് താല്പര്യമില്ലല്ലോ. അതുപോലെ തന്നെ നയനയ്ക്കും നവിക്കും നന്ദു ആ വീട്ടിലേക്ക് പോകുന്നതിനെ പറ്റിയിട്ട് യോജിപ്പുമില്ല. അങ്ങനെയുള്ളപ്പോൾ അവർ തമ്മിൽ എങ്ങനെ യോജിക്കാനായെന്നിങ്ങനെ ഗോവിന്ദൻ കനകയുടെ മുഖത്ത് നോക്കി ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഗോവിന്ദേട്ടാ,
അന്ന് നന്ദുവിനൊരു മോതിരം അവരുടെ കൂട്ടുകാർ കൊടുത്തെന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൂട്ടുകാർ കൊടുത്താണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് അനിമ തന്നെ കൊടുത്തതായിരിക്കും. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, നമ്മുടെ അനിക്കൊരു ഭാര്യയുണ്ട്, പിന്നെ അവക്ക് കൊടുക്കാതെ ഇവൾക്ക് എന്തിനാ അതൊക്കെ കൊടുക്കുന്നത്? ആ കൊച്ചും അനിയും തമ്മിൽ നല്ല സെർച്ചർച്ചിലല്ല പോകുന്നത്. ഒരു മുറിയിൽ തന്നെ ശത്രുക്കളെ പോലെയാണ് കഴിയുന്നതെന്നാണ് പറയുന്നത്. ആ ശത്രുത നമ്മളുടെ മോള് കാരണം കൂടരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം നമ്മളുടെ മോള് കാരണം കേടാവാനും പാടില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന കുളിച്ച് സുന്ദരിയായിട്ട് ഇങ്ങനെ സീറ്റ് ഔട്ടിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ആരും കാണാതെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് ഒരു സാധനമായിട്ട് വരികയാണ്. അപ്പോൾ നയന ഇങ്ങനെ ചോദിക്കും, നയന പെട്ടെന്ന് എണീക്കും കേട്ടോ. എന്നിട്ട് ഇതെന്താ അമ്മയും ചോദിക്കുവേ. അന്നേരം പറയും, ഇതൊരു ആയുർവേദ മരുന്നാണ്, കരളിനും ശരീരത്തിനും ഒക്കെ നല്ലതാണ്, ഞാനിത് ഒരുപാട് കുടിച്ചതാ, ഇനി ഇത് എൻ്റെ മോള് കുടിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയും, വേണ്ട വേണ്ട, ഇതെനിക്ക് വേണ്ടെന്ന് പറയും. വേണ്ട വേണ്ട, സീൻ ഉണ്ടാക്കല്, ഇവിടെ ആരെങ്കിലും കാണുന്നതിന് മുന്നേ നീ പെട്ടെന്ന് കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നയനെ കൊണ്ട് കുടിപ്പിക്കുവാണേ. അപ്പോൾ ഇതിനിടയ്ക്ക് വമ്പൻ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നയന പറയും, എന്താണ്, ഏതൊക്കെയാലും ഞാനിത് കുടിക്കാം, അപ്പോൾ മൊത്തം എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല, ബാക്കി പകുതി അമ്മയും കുടിക്കണം എന്ന് പറയും കേട്ടോ. അന്നത്തേക്കിനും നയനം കുടിച്ചിട്ട് പാതി ഇങ്ങനെ ദേവയാനിക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ കുടിക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും ജലജ പതി അവിടെ നിന്ന് ഇറങ്ങി വരികയാണേ. പക്ഷെ അത് ഇവർ കാണുന്നില്ല. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ജലജ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നായനെ കാണും കേട്ടോ. അന്നത്തേക്കിനും ദേവയാനി പറയും, കുടിക്ക് പെട്ടെന്ന് കുടിക്ക്, ഊര് ചുറ്റിയിട്ട് വെയിലും കൊണ്ട് നടക്കുകയാണ്, അതുകൊണ്ടല്ലേ ജലദോഷം വന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്കല്ലേ ഈ എടുപ്പത് പണി. വെയിലത്ത് പോയിട്ട് വന്നതല്ലേ, പനിയും ജലദോഷമായിട്ട് കുത്തിയിരിക്കുകയാണ്. ഇവളുടെ ഭർത്താവ് വന്ന് പറഞ്ഞതാ, ഇനി കഷായം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഇവളൊറ്റ പോക്കല്ലേ വീട്ടിലേക്ക്. പോട്ടെ ഏട്ടത്തി, അതിന് ഏട്ടത്തിക്ക് എന്താന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുകയാണ്, പോയി കഴിഞ്ഞാലേ ആദർശിന്റെ വിഷമം നീ പരിഹരിക്കുവോ? അവന് പിന്നെ രാത്രിയിലെ ഉറക്കം പോലും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുക. അപ്പോൾ ജലജ പറയുകയാണ്, ഇവളുണ്ടല്ലോ, ഇവള് ഏട്ടത്തിനെ നല്ലവണ്ണം ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കുക, ഇവൾക്ക് ഒരു കുഴപ്പവും കാണത്തില്ല, മനഃപൂർവ്വം ഇവള് പറയുകയാണ് ഏട്ടത്തിയെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ. അപ്പൊ നയന പറയാണ്, എനിക്ക് അങ്ങനത്തെ രണ്ട് സ്വഭാവമൊന്നുമില്ല. ഏട്ടത്തിക്ക് അസുഖം വന്നതിന് ശേഷം ഏട്ടത്തിയുടെ സ്വഭാവം അടിമുടി മാറി. സാധാരണ തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് സ്വഭാവം മാറുന്നത്. എന്നാൽ കരള് ശരിയായതിനു ശേഷം, കരളിന് എന്തെങ്കിലും അസുഖം വന്നതിന് ശേഷം ഒരാളുടെ സ്വഭാവം ആദ്യമായിട്ടാ. അപ്പൊ നയന പറയാണ്, എന്നാ ഇപ്പോൾ തലച്ചോറ് കരളിനകത്തായിരിക്കും എന്ന് പറയുവേ. അപ്പൊ ജലജ പറയാണ്, കണ്ടോ ഏട്ടത്തി അവൾ കളിയാക്കുന്നുണ്ടോ, ഇതിനു മുന്നേ അവൾ ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അപ്പം ദേവയാനി പറയണേ, പോട്ടെ ജലജെ, ആ കുടിക്ക് പെട്ടെന്ന് കുടിച്ചിട്ട് ഗ്ലാസ് കൊണ്ടുപോവാ എന്ന് പറയും കേട്ടോ. അപ്പോൾ ജലജ പറയും, കുടിക്ക് എന്നിട്ട് കൊണ്ടുപോയി ഗ്ലാസ് ഒക്കെ കൊണ്ടുപോയി കഴുകി വെക്ക്. അപ്പോൾ ആ മഹിമേനെ ഒരു വേലക്കാരിയായിട്ട് കണ്ടുവച്ചിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് വിഷമമാണെങ്കിൽ അപ്പച്ചി തന്നെ അതങ്ങോട്ട് കഴുകി വെക്കാൻ പറയും കേട്ടോ. അപ്പോൾ ജലജ പറയുകയാണ്, അതിന് നിന്റെ വീട്ടിലൊരാളുണ്ടല്ലോ, അവരോട് ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ദേഷ്യത്തോടെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ നയനയും അതുപോലെ ദേവയാനിയും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്